സമാഅത്തിൻ്റെ പുത്രിയാണ് സൗദ റളിയല്ലാഹു അൻഹ. കാഴ്ചക്ക് സുന്ദരിയൊന്നുമല്ല, പക്ഷേ മനസ്സിന് അപാര സൗന്ദര്യമാണ്, വിശാലതയും. സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ ആ മനസ്സ് തികച്ചും പാകമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ ആദ്യകാലത്തെ അവർ ഇസ്ലാം സ്വീകരിച്ചു. ആദ്യകാല മുസ്ലിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ എമ്പാടും സൗദ റളിയല്ലാഹു അൻഹയും അനുഭവിച്ചു. ഒരേയൊരാശ്വാസം, പ്രിയ ഭർത്താവ് സക്കറാൻ ഇസ്ലാമിൽ തനിക്ക് കൂട്ടുണ്ടെന്ന് മാത്രം. സൗന്ദര്യമില്ലാത്ത സൗദയെ വിവാഹം ചെയ്യാൻ തയ്യാറായ പിതൃവ്യപുത്രൻ കൂടിയായ സക്കറാൻ സൗദയെപ്പോലെ തന്നെ നേരത്തെ സത്യം ഉൾക്കൊണ്ട വ്യക്തിയാണ്. മക്കയിൽ നിന്നും ആദ്യം ഹിജറ പോയ സംഘത്തിൽ സൗദയും ഭർത്താവും ഉണ്ടായിരുന്നു. മുസ്ലിമായി സ്വസ്ഥതയോടെ ജീവിക്കാൻ വേണ്ടിയുള്ള പലായനം ഹബ്ശയിലേക്ക്. മക്കയിൽ ശത്രുവൈരത്തിന് കുറച്ചു ശമനമായെന്നു കേട്ടപ്പോൾ തിരിച്ചു പോന്നു. വന്ന ഉടനെയാണത് സംഭവിച്ചത്. സുഖദുഃഖങ്ങളിലെല്ലാം തനിക്ക് കൂട്ടായ ഭർത്താവ് ഇഹലോകം വെടിഞ്ഞു. അപ്രതീക്ഷിതമായ ആ മരണം സൗദയെ തളർത്തി. 6 കുട്ടികളെയും സൗദയെയും തനിച്ചാക്കിയ ആ വിയോഗം അവർക്ക് ഹൃദയഭേദകമായിരുന്നു. പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹ വിട പറഞ്ഞിട്ട് വർഷം 3 ആയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ആ വേർപാട് സൃഷ്ടിച്ച വേദന ഒട്ടും ശമിച്ചിട്ടില്ല. 2 തണൽ മരങ്ങളാണ് കടപുഴകിയത്, ഖദീജയും അബൂത്വാലിബും. ഖദീജ തനിക്കെല്ലാമായിരുന്നു. ഏതു പ്രതിസന്ധിയിലും ആശ്വാസം പകർന്ന് സ്നേഹത്തിൻ്റെ നിറകുടം. പ്രബോധന വഴിയിൽ മുന്നേറാൻ ഊർജം പകർന്ന വനിത. സാമ്പത്തിക സഹായമാകട്ടെ കണക്കില്ലാത്തതും. എല്ലാം ഓർമ്മയായി. പ്രബോധനത്തിനായി ഓടിത്തളർന്ന് അവശനായി വീട്ടിലെത്തുമ്പോഴൊക്കെയും ഖദീജ റളിയല്ലാഹു അൻഹയുടെ അഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ചു. ആ ഓർമ്മയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ദീർഘനേരം നിശബ്ദനായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹക്ക് പകരമാവാൻ ആർക്കുമാവില്ലെങ്കിലും ഒരു വീട്ടുകാരി നബിക്ക് അനിവാര്യമാണെന്ന ചിന്ത സ്വഹാബികൾക്കെല്ലാവർക്കുമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവാഹത്തെക്കുറിച്ച് പറയാൻ എല്ലാവരും മടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതിക്കുന്ന പക്ഷം മക്കയിലെ ഏതൊരു തരുണിയും അവിടുത്തെ ഭാര്യയാകാൻ സന്തോഷത്തോടെ സമ്മതിക്കുമെന്നത് തീർച്ച. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടത് പറയാൻ ആർക്കും മനസ്സ് വന്നില്ല. പക്വമതിയും കുലീനയുമായ ഹൗല ബിന്തു ഹക്കീമിന് ഇങ്ങനെ മടിച്ചു നിന്നാൽ പറ്റില്ലെന്ന് തോന്നി. ഒരു ദിവസം അവർ തിരുനബി സന്നിധിയിലെത്തി തുറന്നു ചോദിച്ചു, നബിയെ, അങ്ങേക്ക് ഇനിയൊരു വിവാഹം ചെയ്തുകൂടെ? ഒരു ചെറുപുഞ്ചിരിയോട് അവിടുന്ന് ചോദിച്ചു, ആരെ വേണം തങ്ങൾക്ക്? കന്യകയെയോ അല്ലാത്തവളെയോ? കന്യകയാര്, അല്ലാത്തവളാര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുചോദ്യം ഹൗല റളിയല്ലാഹു അൻഹ പ്രതീക്ഷിച്ചതു തന്നെയായിരുന്നു. മനസ്സിൽ കണ്ടുവച്ചത് അവർ പുറത്തുവിട്ടു. കന്യകയെങ്കിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ മകൾ തന്നെയാകട്ടെ, അബൂബക്കർ റളിയല്ലാഹു അൻഹയുടെ പുത്രി ആയിഷ. കന്യകയല്ലെങ്കിലോ സമാഅത്തിൻ്റെ മകൾ സൗദയാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്തൊന്നും പറഞ്ഞില്ല. ആയിഷ ഭാര്യയാകുമെന്ന് പ്രതീക്ഷിച്ചതു തന്നെയാണ്. ഇത് തങ്ങളുടെ ഭാര്യയാകാൻ പോകുന്നവളാണെന്ന് പറഞ്ഞ് പട്ടിൽ പൊതിഞ്ഞ ഒരു ചിത്രം 3 പ്രാവശ്യം മലക്ക് തന്നെ കാണിക്കുകയുണ്ടായി. ചിത്രം ആയിഷയുടേതായിരുന്നു. പിന്നെ സൗദ. ഇവരുടെ ഇന്നത്തെ സ്ഥിതിയിൽ ഒരു സംരക്ഷകൻ അനിവാര്യവുമാണ്. അവരോട് അന്വേഷിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി കേട്ടപ്പോൾ ഹൗലക്ക് സന്തോഷമായി. തൻ്റെ ദൗത്യം ഫലിക്കുന്നുവെന്ന തൃപ്തിയോടെ അവർ ഇറങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയെ ആണ് ആദ്യം സന്ദർശിച്ചത്. കാര്യം കേട്ടപ്പോൾ അവർക്ക് പെരുത്ത സന്തോഷം. ഭർത്താവിനോട് പറയാൻ അവർ നിർദ്ദേശിച്ച പ്രകാരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അദ്ദേഹത്തിനും ആഹ്ലാദമാണുണ്ടായത്. ആയിഷ ചെറുപ്പമാണ്, എങ്കിലും വിവാഹം നടത്താൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ഹൗല റളിയല്ലാഹു അൻഹ അതുകൊണ്ട് മതിയാക്കിയില്ല. ആയിഷ കൊച്ചുകുട്ടിയാണ്. 2-3 വർഷമെങ്കിലും കഴിയാതെ അവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെത്തില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലിപ്പോൾ ഉള്ളതും ഏതാനും പെൺമക്കളാണ്. അവരെ പരിചരിക്കാൻ പക്വതയുള്ള ഒരു ഉമ്മയാണ് ഇപ്പോഴിവിടെ ആവശ്യം. അതിനു പറ്റുക സൗദ തന്നെ. അവർ നേരെ സൗദ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി. സൗദ, എന്തൊരു പുണ്യമാണ് നിനക്ക് അല്ലാഹു നൽകാൻ പോകുന്നതെന്നറിയാമോ? എന്തേ? ആകാംക്ഷയോടെ സൗദ റളിയല്ലാഹു അൻഹ ചോദിച്ചു. നിന്നെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ചതാണ് എന്നെ. ആഹ്ലാദത്താൽ എന്തു പറയണമെന്നറിയാതെ നിന്നുപോയി പ്രിയ സൗദ. യാതൊരു ഗതിയുമില്ലാതെ കഴിയുകയാണ് താൻ. 5-6 കുട്ടികളും യുവത്വവും സൗന്ദര്യവുമില്ലാത്ത തനിക്ക് ഇനിയൊരു വിവാഹം മോഹിക്കാൻ പോലും അവകാശമില്ല. എന്നിട്ടുമിതാ തനിക്ക് വിവാഹാലോചന, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. ആകാശത്തു നിന്ന് ചന്ദ്രൻ തൻ്റെ ദേഹത്തു വന്ന് വീഴുന്നതായി മുമ്പൊരു സ്വപ്നം കണ്ടത് അവരോർത്തു. പൂർണ്ണചന്ദ്രനായ തിരുമേനി തൻ്റേതാവുന്നതിൻ്റെ സൂചനയായിരുന്നു ആ സ്വപ്നമെന്ന് ഇപ്പോൾ മനസ്സിലായി. പിതാവിനെ കാര്യമറിയിക്കാൻ പറഞ്ഞ് ആഹ്ലാദത്തോടെ ഹൗലയെ യാത്രയാക്കി. വൃദ്ധനായ സമാഅത്തിൻ്റെ അടുത്തെത്തി ഹൗല റളിയല്ലാഹു അൻഹ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും സന്തോഷമാണുണ്ടായത്. കൊള്ളാം. സൗദ എന്തു പറഞ്ഞു? അവൾക്കിഷ്ടമാണ്. എന്നാൽ അവളോടൊന്ന് വരാൻ പറയും. സൗദ റളിയല്ലാഹു അൻഹ പിതാവിൻ്റെ അടുത്തെത്തി. സൗദ, ഇവൾ പറഞ്ഞത് കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ വിവാഹം അന്വേഷിക്കുന്നുവെന്ന്. അത് നന്നായിരിക്കും. നിനക്കിഷ്ടമാണ്? അതെ. പിന്നെ താമസമുണ്ടായില്ല, ആ വിവാഹം നടന്നു. കേട്ടവർക്കൊക്കെയും അതൊരത്ഭുത വാർത്തയായിരുന്നു. പ്രായമേറെയുള്ള സൗന്ദര്യമൊട്ടുമില്ലാത്ത സൗദയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുകയും ഖദീജ റളിയല്ലാഹു അൻഹ കുലീനയും സമ്പത്തും സൗന്ദര്യമുള്ളതുമായിരുന്നു. ഖുറൈശി പ്രമാണിമാർ പലരും ആലോചിച്ചതുമാണവരെ. അത് പക്ഷേ നബിക്കാണ് വിധിച്ചത്. എന്നാൽ സൗദ ആകർഷണീയതമൊന്നുമല്ലാത്തവൾ. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തേ? പക്ഷേ ആ വിധവക്കും കുഞ്ഞുങ്ങൾക്കും ഒരു താങ്ങാവുകയാണ് നബിയെന്ന് മനസ്സിലാക്കിയവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാമനസ്കതയെ വാഴ്ത്തി. സൗദ റളിയല്ലാഹു അൻഹ നബി ഭവനത്തിലെ വീട്ടുകാരിയായി. അഗതിയായ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആലംബവുമായി. ഖദീജ എന്ന ഉമ്മാക്ക് പകരമാവില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കൾക്കും അതൊരാശ്വാസമായിരുന്നു. സൗദ റളിയല്ലാഹു അൻഹയാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് ഉത്തമ ഭാര്യയായി വർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്തോഷിപ്പിക്കാനുതകുന്ന ഒരവസരം അവർ പാഴാക്കിയില്ല. വാക്കും പ്രവൃത്തിയുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം മാത്രം ലക്ഷ്യമാക്കി. തടിച്ച ശരീരമുള്ള സൗദ റളിയല്ലാഹു അൻഹ കുലുങ്ങി നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കും. ആ ചിരി പോലും സൗദ റളിയല്ലാഹു അൻഹയെ സന്തോഷിപ്പിച്ചു. പലപ്പോഴും അവരുടെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിരിപ്പിച്ചു. ഇന്നലെ രാത്രി അങ്ങ് നിസ്കരിച്ചപ്പോൾ ഞാനും പിന്നിൽ നിന്നു നിസ്കരിച്ചു നബിയെ. റുകൂഇൽ നിന്നപ്പോൾ മൂക്കിലൂടെ ചോര വരുമോ എന്ന് പേടിച്ചു ഞാൻ മൂക്ക് പൊത്തി പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുകൂഇൻ്റെ ദൈർഘ്യത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള സൗദ റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചുപോയി. അധികം വൈകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുണ്ടായി മദീനയിലേക്ക്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാതെ മറ്റാരെയും കൂടെ കൂട്ടിയില്ല. അല്ലെങ്കിലും അതെങ്ങനെ? ജീവനു വേണ്ടി പാഞ്ഞെടുത്ത ശത്രുക്കളുടെ കാൽച്ചുവട്ടിലൂടെയായിരുന്നല്ലോ ആ യാത്ര. എങ്കിലും താമസിയാതെ സൗദ റളിയല്ലാഹു അൻഹ മദീനയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്തുള്ള ജീവിതം 3 വർഷം പിന്നിട്ടു. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത ആയിഷയെ ഇനി കൂട്ടിക്കൊണ്ടുവരികയാണെന്നറിഞ്ഞു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്തു ജീവിക്കാൻ ഒരാൾ കൂടി ഉണ്ടാവും. ആയിഷ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രി. ഏതൊരു ഭാര്യയ്ക്കും അലോസരമായിരിക്കും മറ്റൊരുത്തിയുടെ ഈ വരവ്. പക്ഷേ വിശാല മനസ്കയായ സൗദ റളിയല്ലാഹു അൻഹയ്ക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ.
ആയിഷ റളിയല്ലാഹു അൻഹയെ അവർ ആഹ്ലാദപൂർവ്വം സ്വീകരിച്ചു. സ്വന്തം മകളെപ്പോലെ ആയിഷ റളിയല്ലാഹു അൻഹയെ സ്നേഹിക്കാൻ സൗദ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഏതൊരു കാര്യവും കണ്ടറിഞ്ഞു നിർവഹിച്ചു കൊടുക്കുന്നതിലും അവർ ഉത്സാഹം കാണിച്ചു. അസുഖമായപ്പോൾ ഉറക്കൊഴിച്ചു പരിചരിച്ചു. നബി പത്നിമാർ പിന്നീട് വെവ്വേറെ വീടുകളിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഭാര്യമാർ വേറെയും കടന്നു വന്നു. അവരോടും ബീവി സൗദയുടെ സ്നേഹത്തോടെ പെരുമാറി. എങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹയോടെയുള്ള സ്നേഹവാത്സല്യം ഒന്ന് പ്രത്യേകമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അങ്ങനെയായിരുന്നല്ലോ. മറ്റു ഭാര്യമാരുടെ കൂടെ താമസിക്കാൻ ഒരു സ്ത്രീയും ഇഷ്ടപ്പെടാറില്ല. എന്നാൽ സൗദയോടൊപ്പം ഒരേ വീട്ടിലുള്ള താമസം എനിക്കേറെ ഇഷ്ടമായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. സൗദ റളിയല്ലാഹു അൻഹയുടെ ഹൃദയ സൗന്ദര്യത്തിന് ലഭിച്ച അംഗീകാരം തന്നെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ വാക്കുകൾ. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ അനുവദിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെടുമായിരുന്നു. അത്രയുമാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടപ്പാട്. സൗദ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാശയക്കുഴപ്പത്തിലാണ്. ഒരു ഭർത്താവിനോടുള്ള കടമകളൊന്നും നിർവഹിക്കാൻ കഴിയും വിധമല്ല സൗദ ബീവിയുടെ ഇപ്പോഴത്തെ സ്ഥിതി. ആ നിലയ്ക്ക് സൗദ ബീവിക്ക് വിവാഹമോചനം നൽകുന്നതല്ലേ നല്ലത്. എങ്കിൽ ഭർത്താവിനോടുള്ള ബാധ്യതകളെക്കുറിച്ചോർത്ത് അവർക്ക് വിഷമിക്കേണ്ടി വരില്ലല്ലോ. വിവാഹമോചനത്തെക്കുറിച്ച് ഇത്തരമൊരു ഊഹം സൗദ റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടിയതേ അവർക്ക് സങ്കടമായി. ഒരു ഭാര്യയുടെ കടമയൊന്നും നിർവഹിക്കാൻ തനിക്കാവില്ലെന്നത് നേര്. എങ്കിലും മുത്തുനബിയുടെ ഭാര്യ എന്ന പദവി തനിക്ക് നഷ്ടമാകുന്നത് ഓർക്കാൻ വയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൂടുതൽ വിവരം കിട്ടാനോ തൻ്റെ വീട്ടിൽ വരുന്ന ദിവസം കാത്തിരിക്കാനോ അവർക്ക് മനസ്സു വന്നില്ല. വസ്ത്രങ്ങൾ വാരിച്ചുറ്റി മെല്ലെ നടന്ന് മുത്തുനബി പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ കാത്തിരിപ്പായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തെത്തിയതേ സൗദ കരഞ്ഞുപോയി. വിതുമ്പിക്കൊണ്ടവർ പറഞ്ഞു, നബിയെ, ഒരു ഭർത്താവിൻ്റെ ആവശ്യം എനിക്കിനിയില്ല. പക്ഷേ നാളെ മഹ്ശറയിൽ അങ്ങയുടെ ഭാര്യയായി തന്നെ ചെല്ലണമെന്ന് എനിക്കാഗ്രഹമുണ്ട്. അതിനാൽ അങ്ങനെ വിവാഹമോചനം ചെയ്യരുത്. എൻ്റെ ഊഴം ഞാൻ ആയിഷക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. അതിനാൽ അങ്ങ് ഇനി എൻ്റെ അടുത്ത് വരേണ്ട. എങ്കിലും എനിക്കവിടുത്തെ ഭാര്യയായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആഗ്രഹത്തിനെതിരൊന്നും പറഞ്ഞില്ല. സൗദ റളിയല്ലാഹു അൻഹ പറഞ്ഞതൊക്കെയും അവിടുന്ന് അംഗീകരിച്ചു. അവർക്ക് സന്തോഷമായി. എന്നെന്നും നബിയുടെ ഭാര്യയായി കഴിയാം. പദവി നഷ്ടപ്പെടുമെന്ന പേടി വേണ്ട. ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിക്കാൻ കഴിയാത്തതിനാൽ ആശങ്കയും വേണ്ട. അവർ വീട്ടിലേക്ക് മടങ്ങി. സൗദ റളിയല്ലാഹു അൻഹയുടെയും ഭർത്താവായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം ഞാൻ നബി പത്നിയാണ് എന്ന ചിന്തയോടെ അവർ വളരെ സൂക്ഷ്മതയോടെ വീട്ടിൽ തന്നെ കഴിഞ്ഞു. ഹജ്ജിന് പോലും പിന്നീട് അവർ പോയിട്ടില്ല. ഞാൻ നിർബന്ധമുള്ള ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ടല്ലോ, ഇനി അള്ളാഹു കൽപ്പിച്ച പോലെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയും. ഇതായിരുന്നു സൗദയുടെ നിലപാട്. അവർ അതുതന്നെ ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലത്ത് അവർ ഇഹലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.